വാട്സപ്പിൽ നമുക്ക് ഏതെങ്കിലും ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് തുറക്കാതെ തന്നെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ലോക്ക് തുറക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ ഇപ്പം ഞാൻ മൊബൈൽ ലോക്ക് ചെയ്തു. ഇപ്പോൾ മൊബൈൽ ഞാൻ തുറക്കുന്നില്ല, ഇപ്പം പാസ്വേഡ് ഇവിടെ ലോക്കാണ്. പക്ഷേ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മെസ്സേജ് അയച്ചത് എന്ന് ലോക്ക് തുറക്കാതെ തന്നെ മറ്റുള്ളവർക്ക് വായിക്കാൻ സാധിക്കും. നമ്മൾ ചിലപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മളിങ്ങനെ മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലോക്ക് തുറക്കാതെ തന്നെ ആരൊക്കെ എന്തൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് ഇതുപോലെ വായിച്ചെടുക്കാൻ സാധിക്കും, ലോക്ക് തുറക്കാതെ തന്നെ. ഇത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും? കാരണം നമുക്ക് പേഴ്സണലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പോലും ഇങ്ങനെ ഈ ഒരു സംവിധാനത്തിലൂടെ മറ്റുള്ള ആൾക്ക് നമ്മുടെ മെസ്സേജുകൾ വായിച്ചെടുക്കാനും ആരാണ് മെസ്സേജ് അയച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അത് നമുക്ക് വാട്സപ്പിലൂടെ തന്നെ ഒരു സെറ്റിങ്സിൽ നമുക്കിത് ഒഴിവാക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. വാട്സപ്പ് നമ്മൾ തുറന്നതിന് ശേഷം ഇവിടെ നമ്മൾ ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ അക്കൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന പ്രൈവസി ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന ഫിംഗർ പ്രിൻറ്റ് ലോക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും മുകളിൽ ഇമ്മീഡിയറ്റ്ലി എന്ന് കാണാം, ആ ഭാഗത്ത് സെലക്ട് ആയി കൊടുത്തതിന് ശേഷം ഷോ കോണ്ടൻറ്റ് ഇൻ നോട്ടിഫിക്കേഷൻസ് എന്ന ഭാഗം ഇവിടെ എനബിൾ ആയിട്ടാണ് ഉണ്ടാകുക. അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടൂ. ഇനി നിങ്ങളുടെ മൊബൈൽ ലോക്ക് ചെയ്താലും നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ ലോക്ക് സ്ക്രീനിൽ ഷോ കാണിക്കുകയില്ല. അതായത് ആരാണ് എന്താണ് മെസ്സേജ് അയച്ചത് എന്ന് മറ്റുള്ളവർക്ക് ലോക്ക് സ്ക്രീനിൽ വായിച്ചെടുക്കാനോ അത് മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്തൊരവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.